Once again, warm good morning to one and all. ഇന്ന് നമ്മൾ ഇൻഡെക്സ് 23 ബോറോയിങ് കോസ്റ്റിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ്. On 1st April 2090, a company borrowed rupees 15 lakh to finance the production of assets, both of which were expected to take a year to build. Production started during the financial year 2019-20 and was utilized as follows with the remaining fund invested temporarily. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കമ്പനി 15 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്. രണ്ട് അസറ്റാണുള്ളത്, അസറ്റ് എയും അസറ്റ് ബിയും. സോ ഈ അസറ്റ് ബിൽഡ് ചെയ്യാൻ സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്തിട്ടുണ്ട്, അതായത് ഒരു വർഷത്തെ ടൈം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് അസറ്റും എന്താണ്, ക്വാളിഫയിങ് അസറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് ടെമ്പററി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കുറയ്ക്കണം എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിയറി പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിൽ 1st April 2019 അസറ്റ് എന്റെ കേസിൽ 2.5 ലക്ഷവും അസറ്റ് ബിയുടെ കേസിൽ 5 ലക്ഷമാണ്. 1st October 2019 അസറ്റ് എയുടെ കേസിൽ 2.5 ലക്ഷം, അസറ്റ് ബിയുടെ കേസിൽ 5 ലക്ഷം. സോ ടോട്ടൽ എമൗണ്ട് അസറ്റ് എയുടെ കേസിൽ 5 ലക്ഷവും അസറ്റ് ബിയുടെ കേസ് 10 ലക്ഷമാണ് വരുന്നത്. കൂടാതെ ക്വസ്റ്റ്യനിൽ വേറെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദ ലോൺ റേറ്റ് വാസ് 9% ആൻഡ് ദ കമ്പനി ക്യാൻ ഇൻവെസ്റ്റ് സർപ്ലസ് ഫണ്ട് അറ്റ് 7%. Ignoring compound interest, what are the borrowing costs which may be capitalized for each of the asset and consequently cost of each asset on 31st March 2020? സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. കൂടാതെ കോസ്റ്റ് ഓഫ് ദ അസറ്റ്, ഈ എയുടെയും ബിയുടെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, അതായത് ബോറോ ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട ലോണിന് നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9%. കൂടാതെ നമ്മൾ സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%. കൂടാതെ നമ്മൾ ഈ ലോൺ എടുത്ത എമൗണ്ട് 15 ലക്ഷമാണെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, നമ്മൾ സർപ്ലസ് ഫണ്ട് എത്ര രൂപയാണ് സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. സോ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത്. സോ 1st April മുതൽ 1st October വരെയുള്ള മാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2.5 ലക്ഷവും 5 ലക്ഷവും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് സർപ്ലസ് ഫണ്ടായിട്ട്, ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്ത സർപ്ലസ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോയിന്റ്. സോ 2.5 ലക്ഷവും 5 ലക്ഷവുമാണ് എന്ത്, ഈ ഒരു സർപ്ലസ് ഫണ്ട് ടെമ്പററി ഇൻവെസ്റ്റ് ചെയ്തത്. അസറ്റ് എയുടെ കേസിൽ 2.5 ലക്ഷവും അസറ്റ് ബിയുടെ കേസിൽ 5 ലക്ഷവും. സോ ഇതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. അതെന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ബോറോ ചെയ്ത ഫണ്ട് 15 ലക്ഷമാണ്. 2 അസറ്റാണുള്ളത്, അസറ്റ് എ ആൻഡ് അസറ്റ് ബി. സോ ഈ ഒരു അസറ്റ് എയും അസറ്റ് ബിയും ക്വാളിഫയിങ് അസറ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9%. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റിന് 7% ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ബോറോയിങ് കോസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ബോറോയിങ് കോസ്റ്റ് ഓൺ 31st March 2020, അതായത് 31st March 2020 ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അസറ്റയുടെ ടോട്ടൽ എമൗണ്ട് എത്രയാ, 5 ലക്ഷം രൂപയാണ് അസറ്റയുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതായത് 2.5 ലക്ഷം പ്ലസ് 2.5 ലക്ഷം 5 ലക്ഷം രൂപയാണ് അസറ്റയുടെ ബോറോയിങ് കോസ്റ്റ് വരുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ട് 9%. സോ 5 ലക്ഷം ഇൻറ്റു 9/100 45,000 രൂപ അസറ്റ് എയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരും. അസറ്റ് ബിയുടെ അതേസമയം 5 ലക്ഷം പ്ലസ് 5 ലക്ഷം 10 ലക്ഷം ഇൻറ്റു 9/100 90,000 രൂപ അസറ്റ് ബിയുടെ ഇൻട്രസ്റ്റ്
അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയ കാര്യം. സോ നമ്മൾ പേ ചെയ്യേണ്ട ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അതുണ്ട്. അതായത് നമ്മൾ സർപ്ലസ് ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പററിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അപ് ടു സെപ്റ്റംബർ 2019. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 1 April 2019 ടു 1 October 2019 ആണ്. സോ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് 6 മാസം. ഒക്ടോബർ നമ്മൾ കൂട്ടേണ്ട, കാരണം ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നത്, ഒക്ടോബർ 1 വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സെപ്റ്റംബർ 30 വരെയുള്ളത് കൺസിഡർ ചെയ്താൽ മതി. സോ 6 മാസത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടെമ്പററി ആയിട്ട് പാർക്ക് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. സോ അസറ്റ് എയുടെ കേസിൽ 2.5 ലക്ഷം ഇൻറ്റു 7% ഇൻറ്റു 6/12. അതായത് നമ്മൾ എന്താണ് 6 മാസത്തേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടാൽ മതി. 8750 രൂപയാണ് അസറ്റ് എയുടെ കേസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന. അസറ്റ് ബിയുടെ കേസിലാണെങ്കിൽ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് സെയിം കാൽക്കുലേഷൻ തന്നെ, 5 ലക്ഷം ഇൻറ്റു 7 ഇൻറ്റു 6/12. അതായത് 6 മാസത്തേക്ക് തന്നെയാണ്, ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 17,500. സോ ഇത്രയും എമൗണ്ട് കിട്ടിയാൽ നമുക്ക് എന്താ, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ബോറോയിങ് കോസ്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അസറ്റയുടെ കേസിൽ 45,000 കുറക്കണം 8,750. അതായത് 36,250 ആണ് അസറ്റയുടെ കേസിൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട്. അസറ്റയുടെ ബിയുടെ കേസിലാണെങ്കിൽ 90,000 കുറക്കണം 17,500. 72,500 ആണ് അസറ്റ് ബിയുടെ കേസിൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട്. സോ നമ്മളിപ്പോൾ ഇതിന്ന് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അസറ്റ് എയുടെയും അസറ്റ് ബിയുടെയും ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരിക. സോ അതുകൊണ്ട് ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു ഏരിയ ഉണ്ട്. അടുത്തൊരു ഏരിയ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ദ അസറ്റും കൂടി കാണണം. കോസ്റ്റ് ഓഫ് ദ അസറ്റ് കാണാൻ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ആണ്, അതിൻ്റെ കൂടെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അല്ലെങ്കിൽ തിയററ്റിക്കലി മനസ്സിലാക്കിയ കാര്യമാണ്. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ദ അസറ്റ് എയുടെ കേസിൽ ഈ കോസ്റ്റ് വരുന്നത് 2.5 ലക്ഷവും 2.5 ലക്ഷവുമാണ്. അതായത് 5 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത്. അസറ്റ് ബിയുടെ കേസിൽ അതേസമയം 5 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം രൂപ. ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത ബോറോയിങ് കോസ്റ്റ് കൂട്ടണം. അസറ്റ് എയുടെ കേസിൽ 5 ലക്ഷം പ്ലസ് 36,250. 5,36,250 ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് എ വരുന്നത്. അതേസമയം ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് ബി വരുന്നത് 10 ലക്ഷം പ്ലസ് ബോറോയിങ് കോസ്റ്റായ ക്യാപിറ്റലൈസ് ചെയ്ത ബോറോയിങ് കോസ്റ്റായ 72,500 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10,72,500 ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വരുന്നത്. അതായത് അസറ്റ് ബിയുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ 2 ആസ്പെക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് കാണണം, 2 ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് കാണണം. നമ്മൾ കൃത്യമായിട്ട് 2 കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്വാളിഫയിങ് അസറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ബോറോയിങ് റേറ്റ്, അതായത് ഏത് ഇതിലാണ് നമ്മൾ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഈ ഒരു ലോണിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 9%. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഏതെങ്കിലും എമൗണ്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ടെമ്പററി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു പ്രോബ്ലത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു പ്രോബ്ലമാണ്. ഇതുപോലുള്ള പ്രോബ്ലം നമുക്ക് എസ്സേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ്, ഇല്ലുസ്ട്രേഷൻ 2. ജെയിൻ ലിമിറ്റഡ് ഹാഡ് ദ ഫോളോയിങ് ലോൺസ് ഇൻ പ്ലേസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 2019-20. സോ ജെയിൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ആദ്യത്തേത് 10% ബാങ്ക് ലോൺ റീപേയബിൾ ഇൻ 2022.
10% ബാങ്ക് ലോൺ റീപേബിൾ ഇൻ 2022 12 ലക്ഷം. 1st April 2019 12 ലക്ഷം. 31st March 2020 12 ലക്ഷമാണ്. 9% ബാങ്ക് ലോൺ റീപേബിൾ ഇൻ 2023 8 ലക്ഷം. 1st April 2019 31st March 2020 8 ലക്ഷം. 8.9 ഡിബഞ്ചേഴ്സ് റീപേബിൾ 1st April 2019 എമൗണ്ട് ഇല്ല. 31st March 2020 15 ലക്ഷമാണ്. സോ ഇപ്പോൾ തന്നതെന്ന് വെച്ചാൽ ജെയിൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്. 3 ഐറ്റമാണുള്ളത്. 10% ബാങ്ക് ലോൺ, 9% ബാങ്ക് ലോൺ ആൻഡ് 8.9% ഡിബഞ്ചേഴ്സ്. സോ ഈ ഒരു 3 ഐറ്റവും അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എന്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ കൃത്യമായിട്ട് എമൗണ്ടും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്തതായിട്ട് പറയുന്നത് the 8.9% debentures was issued to fund the construction of qualifying asset, a piece of mining equipment, construction of which began on 1st January 2020. അതായത് ഈ ഒരു 8.9% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തത് മൈനിങ് എക്യുപ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് January 1 2020 January 1 മുതലാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. സോ 8.9% ഡിബഞ്ചേഴ്സിനെ പറ്റിയുള്ള കാര്യം കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിക്കുക, ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് മൈനിങ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 1st January 2020. പിന്നെ പറയുന്ന കാര്യം, ഓൺ 1st April 2019 the company began construction of a qualifying asset, a piece of machinery for hydroelectric plant, using existing borrowings. Expenditure drawn down for the construction was 11 lakh on 1st April 2019 and 6 lakh on 1st January 2020. സോ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബോറോയിങ്സിനെ പറ്റിയാണ്. അതായത് ഈ ഒരു 2 ബോറോയിങ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോറോയിങ്സ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. സോ 11 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 1st April 2019 തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1st April 2019 തന്നെ നമ്മൾ 11 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് 6 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നത് 2020 January 1 മുതലാണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April 2019 to 31st March 2020 എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ബോറോയിങ് കോസ്റ്റ് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ദ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് മെഷീൻ. സോ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് മെഷീൻ്റെ ബോറോയിങ് കോസ്റ്റാണ് എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ 2 ക്വാളിഫയിങ് അസറ്റ് ഉണ്ട്, അതായത് മൈനിങ് എക്യുപ്മെൻറ്റിൻ്റെയും കൂടി പറയുന്നുണ്ട്. സോ മൈനിങ് എക്യുപ്മെൻ്റിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണ്ട കൺസിഡർ ചെയ്യണ്ട എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ആർ ദ ബോറോയിങ് കോസ്റ്റ് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ ജനറൽ ബോറോയിങ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണണം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാൻ നമ്മൾ ജനറൽ ബോറോയിങ്സ് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻസ് ഇതായിരുന്നു, വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ്. സോ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ് ഇൻറ്റു 100. ആദ്യം തന്നെ നമ്മുടെ ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് 12 ലക്ഷം ഇൻറ്റു 10%. അതായത് 10% എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 10% ബാങ്ക് ലോണാണ്. അപ്പോൾ ആ ബാങ്ക് ലോണിൻ്റെ 10% നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം. പിന്നെ പറഞ്ഞത് 8 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളത് 8 ലക്ഷം എന്ന് പറയുന്നത് ബാങ്ക് ലോൺ റീപേബിൾ ഓൺ 2023 അതിൻ്റെ 9.5% ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ 12 ലക്ഷം ഇൻറ്റു 10% പ്ലസ് 8 ലക്ഷം ഇൻറ്റു 9.5% ഡിവൈഡഡ് ബൈ 12 ലക്ഷം പ്ലസ് 8 ലക്ഷം.
സോ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9.8% ആണ് എന്ത് കിട്ടുന്നത്? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടുന്നത്. സോ ഈ ഒരു ചോദ്യം ആദ്യം നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ ആവറേജ് ബോറോയിങ് കോസ്റ്റ് വരുന്നത് 12 ലക്ഷവും 8 ലക്ഷവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിബഞ്ചറിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 ബോറോയിങ്സ് ആണ് നമുക്കുള്ളത്, 12 ലക്ഷവും 8 ലക്ഷവും. സോ 12 ലക്ഷം എന്ന് പറയുന്നത് ബാങ്ക് ലോൺ റീപേബിൾ ഇൻ 2022, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 10% എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ 12 ലക്ഷം ഇൻറ്റു 10% പ്ലസ് 8 ലക്ഷം ഇൻറ്റു 9.5% ഡിവൈഡ് ബൈ 12 ലക്ഷം പ്ലസ് 8 ലക്ഷം ഇൻറ്റു 100. സോ ഈ ഒരു അരിത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9.8% എന്നുള്ളൊരു ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടും. ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ബോറോയിങ് കോസ്റ്റ് സിമ്പിളായിട്ട് കാണാം. ബോറോയിങ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദ അസെറ്റ് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസറ്റിൻ്റെ ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11 ലക്ഷവും 6 ലക്ഷവുമാണ്. സോ നമുക്ക് ക്യാപിറ്റലൈസേഷൻ റേറ്റ് 9.8 കിട്ടിയിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താം. അതായത് 11 ലക്ഷം ഇൻറ്റു 9.8% പ്ലസ് 6 ലക്ഷം ഇൻറ്റു 9.8% ഇൻറ്റു 3/12. സോ അവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് 3/12 എന്ന് പറഞ്ഞൊരു എമൗണ്ട് എടുത്തത് എന്നുള്ളൊരു സംശയത്തിന് സാധ്യതയുണ്ട്. കാരണം 11 ലക്ഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 2019 ഏപ്രിൽ ടു 2020 മാർച്ച് ആണെന്നുള്ള കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 11 ലക്ഷം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 1 ഏപ്രിൽ 2019 സോ ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്നത് 12 മാസം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയിട്ട് അടുത്ത മാർച്ച് വരെ 12 മാസം കൃത്യമായിട്ട് അവിടെ എന്തുണ്ട്? നമ്മൾ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ 6 ലക്ഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ജാനുവരി 1 മുതലാണ്. സോ ജാനുവരി 1 മുതൽ മാർച്ച് വരെയുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അതുകൊണ്ടാണ് അവിടെ 3/12 എന്നുള്ള ഒരു കാൽക്കുലേഷൻ വന്നത്. കാരണം ഈ ഒരു എമൗണ്ട് നമ്മൾ 3 മാസത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഉപയോഗിക്കുന്നുള്ളൂ. സോ ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. 11 ലക്ഷം ഇൻറ്റു 11 ലക്ഷം ഇൻറ്റു 9.8% പ്ലസ് 6 ലക്ഷം ഇൻറ്റു 9.8 ഇൻറ്റു 3/12. അവിടെ 3/12 എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 9.8 നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്താണ്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഇവിടെ എമൗണ്ട് കിട്ടുക എന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് എത്രയാണ് കിട്ടുക എന്ന് വെച്ചാൽ 1,07,800 പ്ലസ് 14,700 1,22,500 ആണ് നമുക്ക് എന്ത് കിട്ടുക? എമൗണ്ട് കിട്ടുക. അതായത് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് എമൗണ്ട് കിട്ടുന്നത് 1,22,500 രൂപയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെറിയൊരു കാര്യം മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുള്ളൂ. അതായത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാനുള്ള ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 15 മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പോയിന്റ്. അതായത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ് ആണ് ഇൻറ്റു 100. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ് 12 ലക്ഷവും 8 ലക്ഷവും അതിനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടും. അതായത് 9.8 എന്നുള്ളൊരു ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പിന്നെ കൺഫ്യൂഷൻസ് ഒന്നും സാധ്യതയില്ല. കാരണം 11 ലക്ഷവും 6 ലക്ഷവും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബോറോയിങ് കോസ്റ്റ് കിട്ടും. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ഒരിക്കലും എസ് ഏരിയയിലേക്ക് വരില്ല. കാരണം എന്ന് വെച്ചാൽ 4 മാർക്കിന് മാത്രമേ എന്ത് ചെയ്യൂ വരൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 പ്രോബ്ലംസിൻ്റെ അത്ര ഒരു പ്രാധാന്യം ഇല്ലാത്ത എന്നുള്ളതല്ല, പ്രാധാന്യം കുറഞ്ഞൊരു ഏരിയ ആണിത്. അതായത് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ
ഷോർട്ടേജിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിളാണ്. ബോറോയിങ് കോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പെൻസ് ആർ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് പേയബിൾ 5000 രൂപ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിങ് ദ ഇയർ 78,000. ക്ലോസിംഗ് ഇൻട്രസ്റ്റ് പേയബിൾ 12,000. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി റിട്ടേൺ ഓഫ് ഇൻ ദ പീരിയഡ്. സോ ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോബ്ലം നമ്മൾ ബോറോയിങ് കോസ്റ്റ്, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 3 ഐറ്റങ്ങളെ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് പേയബിൾ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഇൻട്രസ്റ്റ് പേയബിൾ തന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യേണ്ട എമൗണ്ട്, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് 5000 രൂപ, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് പെയ്ഡ് 78,000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 53,000 എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ചാർജ് ഫോർ ദ ഇയർ അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് 71,000 രൂപയാണ് വരുന്നത്. സോ സിമ്പിളാണ്. ആദ്യം ഓപ്പണിംഗ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് പെയ്ഡ്, സോ 53,000, അതായത് 5000 പ്ലസ് 78,000. അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻട്രസ്റ്റ് 12,000 കുറച്ച് കഴിഞ്ഞാൽ 53,000 നിന്ന് 12,000 കുറച്ച് കഴിഞ്ഞാൽ 71,000. ഇൻട്രസ്റ്റ് ചാർജ് ഫോർ ദ ഇയർ 71,000 ആണ് വരുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഡേഴ്സ് 23 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബോറോയിങ് കോസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, ബോറോയിങ് കോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബോറോ ചെയ്യുന്ന ഫണ്ടിന് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. ഇപ്പം ഞാനൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിന് കൊടുക്കേണ്ട കോസ്റ്റ് അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട പേയ്മെൻറ്റിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബോറോയിങ് കോസ്റ്റ് ഇൻകേർഡ് ആൻ എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് ബോറോയിങ് ഓഫ് ഫണ്ട് എന്നുള്ളതാണ് ബോറോയിങ് കോസ്റ്റിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ. സോ ബോറോയിങ് കോസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോറോയിങ് കോസ്റ്റിൻ്റെ സ്കോപ്പ്, ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ വരുന്നത് ക്വാളിഫയിങ് അസറ്റ് ആണ്. അതായത് ക്വാളിഫയിങ് അസറ്റ് എന്താണെന്ന് വെച്ചാൽ അസറ്റ് ദാറ്റ് ടേക്സ് സബ്സ്റ്റാൻഷ്യൽ ടൈം ടു ഗെറ്റ് റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് എന്നുള്ളതാണ് ക്വാളിഫയിങ് അസറ്റിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ് ഓപ്പറേഷനിലേക്ക് ഈ ഒരു അസറ്റ് എടുക്കാൻ സബ്സ്റ്റാൻഷ്യൽ ടൈം, അതായത് കുറച്ച് ടൈം എടുക്കുന്ന തരത്തിലുള്ള അസറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2019 ഒരു ബിസിനസ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. പക്ഷേ അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ 2020 ആയിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്തിട്ടുണ്ട്. അതായത് 1 വർഷം എന്ന് പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അസറ്റിനെ നമ്മൾ ക്വാളിഫയിങ് അസറ്റായിട്ട് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. കൂടാതെ ബോറോയിങ് കോസ്റ്റിലെ നമുക്ക് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സും പ്രോബ്ലം ആസ്പെക്ട്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെസിഫിക് ബോറോയിങ്സും ജനറൽ ബോറോയിങ്സും ആണ്. സോ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ സ്പെസിഫിക് ബോറോയിങ്ങിൻ്റെ കേസിലും ജനറൽ ബോറോയിങ്സിൻ്റെ കേസിലും ഉള്ള 2 ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡിൻ്റെ പേര് കണ്ടിജൻറ്റ് അസറ്റ് ഓർ പ്രൊവിഷൻ ഫോർ കണ്ടിജൻറ്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്. ഇൻഡേഴ്സ് 37 ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡൗട്ട്സ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. താങ്ക് യു.